ഗുഡ് ഈവനിങ് ഓൾ, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്, ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. ദിസ് ഇസ് സിയാദിലേക്ക് എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. ഈ വർഷത്തിലെ ആദ്യത്തെ എക്സ്പയറി നിഫ്റ്റി 70 പോയിന്റിൻ്റെ ഒരു ഫോൾ രേഖപ്പെടുത്തി. റിലയൻസ് ആണ് ഇന്നത്തെ ഇടിവിന് ചുക്കാൻ പിടിച്ചത്. എന്നാൽ ICICI ബാങ്കിൻ്റെ മികവോട് കൂടിയിട്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് പോസിറ്റീവായ രീതിയിൽ ക്ലോസിങ് ചെയ്ത കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ITC ഫോൾ തുടരുകയാണ്. സിഗരറ്റിൻ്റെ ടാക്സ് GST വർദ്ധിപ്പിച്ചത് 9% ഫോൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. വീണ്ടും ഇന്ന് ITC ജസ്റ്റ് ഫോളോ ചെയ്തു. ട്രെൻഡും അതിൻ്റെ ഇടിവ് തുടരുകയാണ്. റവന്യൂ ഫോർകാസ്റ്റ് വീക്കായതാണ് ട്രെൻഡ് ഇടിയാനായിട്ട് കാരണം. HDFC ലൈഫും ICICI ബാങ്കാണ് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ഉള്ളത്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിച്ച് വരാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാൻ ഏറ്റവും മുകളിൽ ഗോൾഡ് $13 ഉയർന്ന് $4,462. സിൽവർ 78, ബിറ്റ് കോയിൻ 93,000, ബ്രന്റ് ഓയിൽ 62. പിന്നെ അതിന് താഴെയുള്ളത് ഷാങ്ഹായ്, ചൈന, കോസ്പി, കൊറിയ എല്ലാം പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇത് സ്പൈക്ക് ചെയ്തില്ല. ഇപ്പോൾ ട്രേഡ് ചെയ്ത 3 യൂറോപ്യൻ മാർക്കറ്റും ഏറ്റവും താഴെ മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റും എല്ലാം തന്നെ പോസിറ്റീവാണ്. കൂടാതെ ഏറ്റവും താഴെ FTSE ഫ്രാൻസ് മാർക്കറ്റും UK മാർക്കറ്റും പോസിറ്റീവാണ്. വീണ്ടും നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ IEX ഇവരുടെ മാർക്കറ്റ് കപ്ലിംഗ് ആ ഒരു തീരുമാനം എക്സ്റ്റെൻഡ് ചെയ്തേക്കാമെന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. ഇന്ന് IEX 10% അടുത്ത് റാലി രേഖപ്പെടുത്തി. പ്രധാന സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് പോകുമ്പോൾ ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ONGC ഇവർ അവരുടെ മോറി 5 വെല്ലിൻ്റെ ഓപ്പറേഷൻ കൺട്രോൾ ഏറ്റെടുത്ത് എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. ONGC ഇന്ന് 1.6% റാലി ഉണ്ടായിരുന്നു. AB ഇൻഫ്രാബിൽഡ് കമ്പനി അവർക്ക് 107 മില്യൺ റുപ്പീസിൻ്റെ ഒരു പുതിയ ഓർഡർ കിട്ടി. സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവ് റിയാക്ട് ചെയ്തു. ഹൊനാസ കൺസ്യൂമർ, മാമാർത്തിൻ്റെ പ്രൊമോട്ടേഴ്സാണ് ഹൊനാസ കൺസ്യൂമർ. അപ്പോൾ അവർ BTM വെഞ്ചേഴ്സ് എന്ന് പറയുന്ന മെൻസ് പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ് അവർ അക്യൂർ ചെയ്തു. സ്റ്റോക്ക് ഇന്ന് 3% റാലി. റിലയൻസ് ഇന്ന് 4.47% ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. ജിയോയുടെ എല്ലാം തന്നെ IPO 4 ബില്യൺ മുതൽ 6 ബില്യൺ വരെയാണ് ഇതിൻ്റെ വാല്യുവേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IPO ആയിരിക്കും. അതാണ് ഒന്നാമത്തെ ന്യൂസ്. പക്ഷേ സ്റ്റോക്ക് ഇടിയുന്നതിൻ്റെ പ്രധാന കാരണം റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഇമ്പോർട്ട് യൂറോപ്യൻ യൂണിയൻ അവരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ കാരണമാണ് റിലയൻസ് ഫോളോ ആയത്. ഇനി കാനറ HSBC ലൈഫ് കമ്പനി ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. കാർ ട്രേഡ് ടെക് കമ്പനി അവർ OLX ഇന്ത്യയായിട്ട് അവരുടെ പ്രീമിയം യൂസ് കാറിൻ്റെ എല്ലാം തന്നെ ബിസിനസ് ചെയ്യാൻ ധാരണയായി. 1.3% ഒരു റാലി കണ്ടു. ദേവ് ഇൻഫർമേഷൻ കമ്പനി അവർ 26 ലക്ഷം രൂപയുടെ പുതിയൊരു ഓട്ടോ കാർഡ് സർവീസിൻ്റെ ഓർഡർ ലഭിച്ചു. സ്റ്റോക്ക് ഇന്ന് 1.2% റാലി രേഖപ്പെടുത്തി. എത്തോസ് കമ്പനി പ്രീമിയം വാച്ചിൻ്റെ എല്ലാം തന്നെ ബൊട്ടിക്കുകളെല്ലാം തന്നെ മാനേജ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അവർ ഇവരുടെ ലക്ഷറി ബ്രാൻഡ് കളക്ഷൻസ് എല്ലാം തന്നെ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള ന്യൂസാണ്. സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവിൽ ട്രേഡ് ചെയ്തു. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് ഇവരുടെ ലോൺ ഗ്രോത്ത് ഉയർന്നു എന്ന് ബാങ്ക് റിപ്പോർട്ട് ചെയ്തു. SKN എഗ് പ്രൊഡക്ട്സ് കമ്പനി ഇവർ പ്രധാനമായിട്ടും പോൾട്രി ഫാംസ്, ചിക്കൻ എഗ്സ് ഇതെല്ലാം തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അവർ ഇപ്പോൾ തമിഴ്നാട്ടിൽ ബേർഡ് ഫ്ലൂ ആണല്ലോ. അപ്പോൾ ആ ബേർഡ് ഫ്ലൂ പക്ഷിപ്പനി അവരുടെ ബിസിനസ്സിന് ഭംഗം വരുന്നില്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള കമ്പനിയുടെ റിപ്പോർട്ടാണ് SKM എഗ്സ് പ്രൊഡക്ട്സ് ഇതിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്. 1.3% റാലി രേഖപ്പെടുത്തി. സമാനമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് വെങ്കീസ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി. KFC പോലെയുള്ള ഈ ഫുഡ് ചെയിൻ കമ്പനീസിലെല്ലാം തന്നെ ചിക്കൻ സപ്ലൈ ചെയ്യുന്നതാണ് വെങ്കീസ്. കൂടാതെ ഈ ചിക്കൻ ബിസിനസ് ചെയ്യാനായിട്ട് ഒരുപാട് എക്യുപ്മെൻറ്റ്സുകൾ വേണം. ചിക്കൻസിൻ്റെ എല്ലാം തന്നെ തെർമോമീറ്റർ, അവരുടെ മെഡിസിൻ എല്ലാം തന്നെ വെങ്കീസ് നിർമ്മിക്കുന്നുണ്ട്. അതും ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്, ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആക്സിസ് ബാങ്ക് മോർഗൻ സ്റ്റാൻലി ഇന്ന് അപ്ഗ്രേഡ് ചെയ്തെന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. ആക്സിസ് ബാങ്ക് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ ICICI ബാങ്കും അതൊക്കെ തന്നെയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റീനെ ഇന്ന് ഫർദറായിട്ട് ഫോളോ ആവാതെ നിലനിർത്തിയത്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വെനിസ്വലയായിട്ടുള്ളൊരു തുറന്ന യുദ്ധത്തിലേക്കൊന്നും പോകുന്നില്ല എന്ന് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അഭിപ്രായ പ്രകടനം ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു US മാർക്കറ്റ് ഗംഭീരമായിട്ടുള്ള റാലി രേഖപ്പെടുത്തി. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലും പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ കണ്ടു. എന്നാൽ നിഫ്റ്റി ഇന്ന് ആ ഒരു ഗെയിൻ തന്നെ കിട്ടിയില്ല. നമുക്കറിയാം മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണ്. ഏത് സമയത്തും ഇതുപോലെയുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങുകളെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും എക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കാണാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.